CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയ സർഗോത്സവം വെള്ളിയാഴ്ച കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ തുടങ്ങും. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയയുടെ നേതൃത്വത്തിൽ സർഗോത്സവ് 2025-24 കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ ആരംഭിക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30 സഹോദയ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം തലോത്തിലിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സർഗോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിക്കും. സഹോദയ ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് സാലസ് സ്വാഗതവും ജനറൽ കൺവീനർ ഫാദർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തും. കൺവീനർ ആഷ്ന രാജൻ, സ്കൂൾ ചെയർമാൻ C ഷാജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തും. തുടർന്ന് 9 വേദികളിലായി 2500ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 ജില്ലകളിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയാണ് കൊല്ലം സഹോദയ. ഈ സ്കൂളുകളുടെ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ, സർഗവാസനകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, മത്സരങ്ങൾ നടത്തുക, മത്സര വിജയികളെ അനുമോദിക്കുക, അവർക്ക് ആവശ്യമായ സമ്മാനങ്ങളും പ്രോത്സാഹനം കൊടുക്കുക. ഇതാണ് ഈ കലോത്സവത്തിന്റെ ലക്ഷ്യം. 2500-ലധികം കുട്ടികളാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് ഗായത്രി സ്കൂളിലേക്ക് കടന്നു വരികയും 140 ഇനങ്ങളിലായിട്ടാണ് ഇവിടെ മത്സരങ്ങൾ നടക്കുന്നത്. 9 വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്. 33 സ്കൂളുകളാണ് ഈ സഹോദയയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളവരും 33 സ്കൂളുകളിൽ നിന്നായിട്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് പതാക ഉയർത്തി കൊല്ലം സഹോദയയുടെ പ്രസിഡന്റ് പതാക ഉയർത്തി പരിപാടികൾ ആരംഭിക്കും. പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കായംകുളം MLA യു പ്രതിഭ അവറുകളാണ്. സഹോദയയുടെ ഭാരവാഹികളും അതുപോലെ കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിന്റെ ചെയർമാനായിരിക്കുന്ന ഷാജി സാറും ലീന ശങ്കർ ആണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ. അതുപോലെ PTA പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗായത്രി സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ച് 25 വർഷങ്ങൾ ഇതിന്റെ നിലനിൽപ്പിന്റെ തുടങ്ങിയിട്ട് 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ജൂബിലി വർഷമാണ്. സിൽവർ ജൂബിലി വർഷത്തില് ഇത്രയും വലിയൊരു സംരംഭം ഏറ്റെടുക്കാനായിട്ട് ഈ സ്കൂൾ വളർന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഇതുപോലെ അതിന്റെ ഈ നാട്ടുകാരും രക്ഷകർത്താക്കളും എല്ലാം ഒറ്റ ഹൃദയത്തോടുകൂടി ഒരു മനസ്സോടുകൂടി നിൽക്കുന്നു. ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് സജീവൻ സാർ, ഇപ്പൊ ഞാൻ കാണുന്നില്ല സജീവൻ സാറെ, അങ്ങനെയുള്ളവരെല്ലാം നിങ്ങൾ പുറത്ത് വന്നപ്പോൾ തന്നെ കണ്ടു കാണുമായിരിക്കും. സഹോദയയുടെ കലോത്സവം നടത്താൻ തുടങ്ങിയിട്ട് 10 വർഷമായി. പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ ഒക്കെ ആയി മാറി മാറി ശുശ്രൂഷ ചെയ്തിട്ട് ഈ 10 വർഷങ്ങൾക്കുള്ളിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കലോത്സവത്തിന് കണ്ട ഒരുക്കങ്ങളെക്കാൾ കൂടുതൽ ഒരുക്കങ്ങളാണ്. അത് പണം നോക്കുന്നില്ല, സമയം നോക്കുന്നില്ല, ആരോഗ്യം നോക്കാതെ ഷാജി സാറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം ഇവിടെ വർക്ക് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ കാണും. 24-25 ദിവസങ്ങളിലെ കൊല്ലം സഹോദയയുടെ കീഴിലുള്ള 33 സ്കൂളുകൾ പങ്കെടുക്കുന്ന കലോത്സവം ശനിയാഴ്ച വൈകിട്ടാണ് സമാപിക്കുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഒപ്പന, സംഘനൃത്തം, തിരുവാതിര, കോൽക്കളി, കുച്ചിപ്പുടി, ഇംഗ്ലീഷ് നാടകം, മൂകാഭിനയം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, ഇംഗ്ലീഷ് മലയാളം പദ്യം ചൊല്ലൽ, മോണോ ആക്ട്, മിമിക്രി തുടങ്ങി 140 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഗായത്രി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായി കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. കാരണം ഈ സഹോദയയുടെ ഭൂരിഭാഗം സ്കൂളുകളും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. തിരുവനന്തപുരം കാട്ടാക്കട മുതൽ ഇങ്ങ് തോട്ടപ്പള്ളി വരെയുള്ള പ്രദേശത്ത് നീണ്ടു കിടക്കുകയാണ് കൊല്ലം സഹോദയയില്. അതിലൊരു മൂലയ്ക്ക് കിടക്കുന്ന ഗായത്രി സെൻട്രൽ സ്കൂളിലേക്ക് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വേണം തെക്കേ അറ്റത്ത് കിടക്കുന്ന സ്കൂളിൽ നിന്ന് ഇവിടെ കുട്ടികളെയുമായിട്ട് എത്തുന്നതിന്. ഗായത്രി സ്കൂളിനോടുള്ള ഒരു ആദരവായിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കും. കൊല്ലം സഹോദയയിലെ മറ്റ് സ്കൂളുകളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവര് അവഗണിച്ചുകൊണ്ട് ഇത്രയും ദൂരം യാത്രയെത്തി ഗായത്രി സ്കൂളിൽ വെച്ച് ഇത്തരത്തിലൊരു സഹോദയയുടെ കലോത്സവം സംഘടിപ്പിക്കുവാൻ തയ്യാറായതിൽ ആദ്യമേ തന്നെ പ്രസിഡന്റ് എന്ന നിലയിലെ സാറിനെ, ബ്രൂക്കിലെ ഫാദർ എബ്രഹാം തലോത്തിൽ അച്ഛനെ ഞാൻ വളരെയധികം സ്നേഹാദരവോടുകൂടി നന്ദി അറിയിക്കുന്നു. ഇത്തരത്തിൽ ഗായത്രി സെൻട്രൽ സ്കൂളിൽ വെച്ച് ഇതുപോലെ വിപുലമായ ഒരു പരിപാടി നടക്കുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ കൊച്ചു സ്കൂളിൽ ഈ ഗ്രാമപ്രദേശത്ത് തിരുവനന്തപുരം സർവോദയ പോലെ, ബ്രൂക്ക് ഇന്റർനാഷണൽ ശാസ്താംകോട്ട പോലെ, അഞ്ചൽ സെന്റ് ജോൺസ്, ബിമല, കരക്കോട്, ഇങ്ങനെ വളരെ പ്രശസ്തമായ നിലയിൽ ഏതാണ്ട് 4000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ പേരുകളാണ് ഞാൻ എണ്ണി പറഞ്ഞത്. ഇവരെല്ലാം തന്നെ അവരുടെ കുട്ടികളെയും കൊണ്ട് ഈ പ്രദേശത്ത് എത്തുകയും നമ്മുടെ നാട്ടിൻപുറത്തിന്റെ പരിമിതമായ സൗകര്യങ്ങളിലൂടെ പരിപാടികളോട് സഹകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളോടുള്ള ഒരു വലിയ ആദരവായി ഞങ്ങൾ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കണം. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അച്ഛന്റെ
അഭിമാനം നിലനിർത്തണം. സഹോദയയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഗായത്രി സെൻട്രൽ സ്കൂളിനെ ഏൽപ്പിച്ച ഈ പ്രവർത്തനം വിജയിപ്പിക്കണം എന്നുള്ളതിന്റെ ഭാഗമായി ഞങ്ങളുടെ ഭാഗത്ത് നിന്നും എല്ലാവരും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ ആദ്യവാരം നെടുമങ്ങാട് വിമല ഇംഗ്ലീഷ് വിദ്യാലയ, ചെറുപുഷ്പ സ്കൂൾ ആയൂർ, ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ ശാസ്താംകോട്ട മുഖത്തല, സെന്റ് ജോർജ് എന്നിവിടങ്ങളിൽ നടന്ന ഓഫ് സ്റ്റേജ് പരിപാടികളിൽ 43 ഇനങ്ങളിലായി 33 സ്കൂളുകൾ പങ്കെടുത്തു. സഹോദയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാണ് കലോത്സവത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സഹോദയ വൈസ് പ്രസിഡന്റ് എബ്രഹാം കരിക്കം അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര നടി സരയു ഉദ്ഘാടനം നിർവഹിക്കും. സഹോദയ ട്രഷറർ ഫാദർ അരുൺ ഏറാത്ത്, പ്രിൻസിപ്പൽ ലീന ശങ്കർ തുടങ്ങിയവർ സംസാരിക്കും. ഗായത്രി സ്കൂളിന്റെ സിൽവർ ജൂബിലി വർഷമായ 2025-ൽ സഹോദയ സർഗോത്സവത്തിന് വേദിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സഹോദയ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം താലോത്തിൽ, ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി, കൺവീനർ ആഷ്ന രാജൻ, പ്രിൻസിപ്പൽ ലീന ശങ്കർ, PTA പ്രസിഡന്റ് രാജീനാഥ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CDNet ന്യൂസ് കായംകുളം.